നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ഇതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അവർ കൂടി ചേർന്നാണ് EM വേവ് ഉണ്ടാകുക. അതിൽ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 50. ദ ടോട്ടൽ ആവറേജ് എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടോട്ടൽ ആവറേജ് എനർജി ഡെൻസിറ്റി അല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ടോട്ടൽ ആവറേജ് എനർജി ഡെൻസിറ്റി. അതിൻ്റെ ഇക്വേഷൻ എന്താ? ടോട്ടൽ എനർജി ഡെൻസിറ്റി ആണ് ചോദിച്ചത്. സോ അതിൻ്റെ ഇക്വേഷൻ ε0 ERMS² ആണ്. ഹാഫ് ഒന്നുമില്ല. പക്ഷേ ERMSനെ പീക്ക് വാല്യൂവിലേക്ക് മാറ്റണം, കാരണം ഇവിടെ ആംപ്ലിറ്റ്യൂഡാണ് തന്നത്, പീക്ക് വാല്യൂ തന്നത്. അപ്പോൾ ½ × ε0 E0². അതെങ്ങനെയാ? ERMS എന്ന് പറഞ്ഞാൽ E0/√2 ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ആ √2ൻ്റെ സ്ക്വയർ ആണ് ഈ താഴെ വരുന്ന 2. സോ ഇനി കാൽക്കുലേഷൻ മാത്രം ബാക്കി. ½ × 8.85 × 10⁻12 E0². ദാറ്റ് ഈസ് 50 × 50. 50 × 50 2500. ഇനിയൊരു ബേസിക് കട്ടിംഗ് ഒക്കെ നടത്താം. 2ഉം ഈ 8.85 ഒന്നും എടുക്കാതെ നമുക്ക് 8.8 എടുത്ത് നോക്കാം. 8.8 ആൻസറിൽ എത്തേണ്ടതാണ്. 8.8 എടുത്താൽ ആൻസർ 4.4 കിട്ടും. ആൻഡ് ഇവിടെ ഒരു 2 0 ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അപ്പം ഇത് -12 ഉള്ളത് -10 ആവും. അതുപോലെ നോക്കൂ, 4 × 25 100 ആണ്. ആ 100ൻ്റെ ഒരു 2 0 കൂടിയും ഈ -2 ഒഴിവാക്കി കഴിഞ്ഞാൽ പവർ ഓർഡർ വരുന്നത് -8 ഓർഡറിലായിരിക്കും. മാത്രമല്ല 4 25 കറക്റ്റ് 100 അല്ല, 100 പോയിന്റ് സംതിങ് ഉണ്ടാവും. അപ്പം 1.something 1.01 1.1 ഓക്കെ, അത്രയും സംതിങ് ഇൻറ്റു 10⁻⁻8 ആണ് ആൻസർ. 1.1 × 10⁻⁻8. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഒക്കെ -8 ആണല്ലേ. ഓക്കെ, ഓപ്ഷൻ 1 റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും.